ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. സ്കൂൾ തുറന്നിട്ട് 6 മാസം കഴിഞ്ഞത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഇതിനിടയിൽ സ്പോർട്സും സ്കൂൾ കലോത്സവവും ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ണൻ്റെ ഉപജില്ലാ കലോത്സവമാണ് നടക്കുന്നത്. അവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ ഈ വീഡിയോയിൽ. ആ കുട്ടികൾ തെറ്റിദ്ധരിച്ചിട്ടാട്ടോ എന്നെ ഇങ്ങനെ നോക്കുന്നത്. അവർ വിചാരിച്ചു ഞാൻ അവരെ വീഡിയോ എടുക്കണേന്ന്. ഇത് പിന്നെ കണ്ണൻ്റെ ഒപ്പം പഠിക്കുന്ന കുട്ടിയാണ്. 7th സ്റ്റാൻഡേർഡ് തുടങ്ങിയിട്ട് രണ്ടുപേരും ഒരുമിച്ചാണ് പഠിക്കുന്നത്. മാത്രമല്ല കഥകളി സംഗീതവും ഒരേ ഗുരുവിൻ്റെ കീഴിൽ തന്നെയാണ് രണ്ടാളും പഠിക്കുന്നത്. ഇത് കണ്ണന് ശാസ്ത്രീയ സംഗീതം എടുക്കുന്ന മാഷാണ് കേട്ടോ. കുറച്ച് സമയം കണ്ണൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ കണ്ണൻ പകർത്തിയ ദൃശ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ആക്ച്വലി ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആണ് കണ്ണൻ്റെ ശാസ്ത്രീയ സംഗീതം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോയി ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അതിനവന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡാണ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കണ്ണൻ്റെ കഥകളി സംഗീതം കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അതിനും അവന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ വേഗം പോയത് കണ്ണന് ശാസ്ത്രീയ സംഗീതം എടുക്കുന്ന മാഷുണ്ട്, ജയചന്ദ്രൻ മാഷ്. മാഷിൻ്റെ മോളുടെ ഓട്ടംതുള്ളൽ കോമ്പറ്റീഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വേഗം പോയത്. പൈങ്കിളിക്കും ഓട്ടംതുള്ളലിന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡാണ് കേട്ടോ. കലോത്സവ വേദികളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരിടമാണ് ഗ്രൂപ്പ് ഡാൻസ് നടക്കുന്ന സ്ഥലം. നമുക്കിങ്ങനെ കണ്ണിമ ചിമ്മാതെ ഇങ്ങനെ ആ കുട്ടികളെ നോക്കിയിരിക്കാൻ തോന്നും. ഒന്നാമതായി അവരുടെ ഡ്രസ്സ്, പിന്നെ അവരുടെ മേക്കപ്പ്, അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്തിരിക്കണമൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ണന് ട്രോഫി വാങ്ങിക്കുന്ന ഇടവും ഈ ഗ്രൂപ്പ് ഡാൻസ് നടക്കുന്ന ഇടവും തമ്മിൽ അധികം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സമയം ഞാൻ ഇതുവരെ നോക്കി നിൽക്കുമായിരുന്നു. അതിനുശേഷം ഗ്രൂപ്പ് ഡാൻസിൻ്റെ ചെറിയൊരു ഭാഗവും കൂടെ കണ്ടു കേട്ടോ. എൻ്റേതുൾപ്പെടെ ഒത്തിരി ക്യാമറ കണ്ണുകൾ ആ സ്റ്റേജിനകത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നൃത്താവതരണം നടത്തുന്ന ഓരോ സ്റ്റേജിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്സരബുദ്ധിയോടുകൂടി ആ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒത്തിരി കുട്ടികളെയാണ് കേട്ടോ. വളരെ കുറച്ച് സമയം മാത്രമേ ഞങ്ങൾ അവിടെ നിന്നുള്ളൂ. ഇനിയും നിന്നാൽ ഇരുട്ടാവുന്നത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ പോന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.